ഹായ്, ഇസ് മീ പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടോഡിയോട് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് വാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് വാട്ട് ഈസ് പ്രാൺ പ്രതിഷ്ഠ, എന്താണ് പ്രാൺ പ്രതിഷ്ഠ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. പ്രാൺ പ്രതിഷ്ഠ അല്ലെങ്കിൽ പ്രാണപ്രതിഷ്ഠ എന്നതുകൊണ്ട് അർത്ഥമാകുന്നത് ഒരു ഹൈന്ദവ ക്ഷേത്രത്തിൽ ഒരു ദേവനെ അല്ലെങ്കിൽ ഒരു മൂർത്തിയെ പ്രതിഷ്ഠിക്കുന്ന ചടങ്ങിനെയാണ് പ്രാണപ്രതിഷ്ഠ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഈ പ്രതിഷ്ഠ നടത്തുന്നത് എന്താണെന്ന് വെച്ചാൽ, ദൈവികതയുടെ അല്ലെങ്കിൽ ആത്മീയതയുടെ ഒരു സാന്നിധ്യം ആ ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്നതിനും അതിന് ചുറ്റുമുള്ള പരിസരങ്ങളിലെല്ലാം ആ ഒരു ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ദേവൻ്റെ ആ ഒരു സാന്നിധ്യം അല്ലെങ്കിൽ ഒരു ആത്മീയ സാന്നിധ്യം അവിടെ കൊണ്ടുവരുന്നതിനും വേണ്ടിയാണ്, ആ ഒരു പരിസരങ്ങളിലുമെല്ലാം കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ചടങ്ങ് നടത്തുന്നത്. അപ്പോൾ ജനുവരി 22-ന് അയോധ്യയിലെ രാം മന്ദിറിൽ ഈ ചടങ്ങ് നടക്കാനിരിക്കുകയാണ്. ജനുവരി 22 ഉച്ചയ്ക്ക് 12:20-നും 12:45-നും ഇടയിൽ ഈ ചടങ്ങ് നടക്കും. ഏകദേശം 7000-ലധികം VIP-കളും 7000-ലധികം അതിഥികളും അതോടൊപ്പം 1,00,000-ലധികം ഭക്തരും ഇവിടേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അത്രയേറെ വലിയ ചടങ്ങായിട്ടാണ് ഇത് നടത്തുക. അതോടൊപ്പം ലോകമെമ്പാടും ഇതിൻ്റെ ലൈവ് ഉണ്ടാവും. അമേരിക്കയിലെ ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിലും പാരീസിലെ ഈഫൽ ടവറിലും എല്ലാം ഇതിൻ്റെ ലൈവ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയേറെ വലിയ പരിപാടിയായിട്ടാണ് ഈ പ്രാൺ പ്രതിഷ്ഠ അയോധ്യയിൽ നടക്കാൻ പോകുന്നത്. അതോടൊപ്പം നിരവധി തിരഞ്ഞെടുക്കപ്പെട്ട പൂജാരിമാരുടെ കാർമ്മികത്വത്തിലായിരിക്കും ഇത് നടക്കുക, അവരുടെ സാന്നിധ്യത്തിലായിരിക്കും നടക്കുക. ലക്ഷ്മികാന്ത് പോലുള്ള ഫേമസ് ആയിട്ടുള്ള പൂജാരിമാരുടെ നേതൃത്വത്തിലായിരിക്കും ഇത് നടക്കുന്നത്. അപ്പോൾ ജനുവരി 22-ന് രാജ്യം മൊത്തം അയോധ്യയിലേക്ക് ഉറ്റുനോക്കുന്നു ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങിന് വേണ്ടി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയും ടേക്ക് കെയർ, ബൈ.